നമസ്കാരം. CPM-ലും CPI-ക്കും ഇടയിൽ ഒരു അന്തർചിത്രം രൂപം കൊള്ളുന്നു, അല്ലെങ്കിൽ അവിടെ വലിയ പൊട്ടിത്തെറികൾക്ക് സമാനമായ രീതിയിലുള്ള കലാപം നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI-ക്ക് വേണം എന്നുള്ളത് തന്നെയാണ് CPI ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ ആ സ്ഥാനം CPM ഇപ്പോൾ നൽകിയിരിക്കുന്നത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായ KN ബാലഗോപാലനാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. CPI-യുടെ മുൻ മന്ത്രിയായ രാജന് തന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ് CPI-യുടെ താല്പര്യം. CPI മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശവും അത് തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംയുക്ത യോഗം ചേരാൻ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനം വന്നു, മന്ത്രിസഭ രൂപീകരിച്ചു, സഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞു. എന്നിട്ട് പോലും CPI, CPM മുതലായ ഘടക കക്ഷികൾ ചേർന്നുകൊണ്ട്, പ്രതിപക്ഷ കക്ഷികൾ ചേർന്നുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ സംയുക്തമായ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിപക്ഷ നിരയുടെ സംയുക്തമായ ഒരു യോഗം വിളിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പരാതിയായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. അതിന് കാരണം CPI-യോടുള്ള ചിറ്റമ്മ മനോഭാവം തന്നെയാണ്, അഥവാ CPM-ന്റെ വലിയേട്ട മനോഭാവം തന്നെയാണ് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായി ഒരു കാരണവശാലും പിണറായി വിജയനെ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് പാർട്ടിക്കുള്ളിലും CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് ഉള്ളിലും വലിയ വലിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടും സ്വന്തം വോട്ട് കൂടി ഉപയോഗിച്ച് വോട്ട് ചെയ്താണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത്. തനിക്കെതിരെ വരാൻ സാധ്യതയുള്ള പല കേസുകളുടെയും രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് നിയമപരമായി പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെ തരണം ചെയ്യുന്നതിന് ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു സ്ഥാനം വേണം, പ്രതിപക്ഷ നേതൃസ്ഥാനം വേണം. എന്നാൽ മാത്രമേ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അല്പമെങ്കിലും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം വിട്ടുകൊടുക്കാതിരുന്നത്. എന്നാൽ കേവലം 35 സീറ്റിലേക്ക് ഒതുങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോളിറ്റ് ബ്യൂറോ അംഗം എന്ന രീതിയിൽ പിണറായി വിജയൻ ഏറ്റെടുക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, തങ്ങൾക്ക് അത് കിട്ടണം എന്ന് തന്നെയാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനോട് CPM മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായ KN ബാലഗോപാലന് ആ സ്ഥാനം അവർ പതിച്ചു നൽകി. ഇനി ബാലഗോപാലിൽ നിന്നും ആ സ്ഥാനം തിരിച്ചെടുത്തുകൊണ്ട് CPI-യുടെ മുൻ മന്ത്രിയായിരുന്ന രാജന് നേതൃസ്ഥാനം കൊടുക്കാൻ, അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുക്കാൻ സാധ്യമല്ല എന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നതിനാൽ CPI-ക്കും CPM-നും ഇടയിൽ വലിയ ഒരു കലാപ സാധ്യത ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചത്. ഇതിനിടയിൽ മറ്റു ചില വഴിത്തിരിവുകൾ കൂടി ഉണ്ടായിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ. കാരണം കഴിഞ്ഞ ദിവസം ED റെയ്ഡിന് പിണറായി വിജയന്റെ വീട്ടിൽ എത്തുമ്പോൾ പിണറായി വിജയനെ രാഷ്ട്രീയമായി തകർക്കുവാൻ വേണ്ടി, CPM എന്ന പാർട്ടിയെ തകർക്കുവാൻ വേണ്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുവാൻ വേണ്ടി CPM-ന്റെ മുതിർന്ന നേതാവായ മുൻ മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം കൊണ്ട് തന്നെയാണ് ED അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയിരിക്കുന്നത്. ഇതിനെതിരെ സംയുക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ബിനോയ് വിശ്വം തന്നെയാണ് CPI നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം ഈ പ്രതിഷേധത്തിൽ അണിചേരുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തത്. എന്നാൽ അതൊരിക്കലും ശരിയായ രീതിയായിരുന്നില്ല എന്ന് ഇപ്പോൾ CPI-യുടെ നേതൃയോഗങ്ങളിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു. അതായത് പിണറായി വിജയന്റെ മകൾ ബിസിനസ്സുകാരിയാണ്. ആ ബിസിനസ്സിൽ അവർ അനധികൃതമായി മറ്റ് പല കമ്പനികളിൽ നിന്നും കോഴ വാങ്ങിയിട്ടുണ്ട് അച്ഛൻ മുഖ്യമന്ത്രി ആയിരുന്നതിനാൽ. അപ്പോൾ അച്ഛൻ മുഖ്യമന്ത്രിയായി നാട് ഭരിക്കുമ്പോൾ മകളുടെ ഷെൽ കമ്പനിയിലേക്ക് കമ്പനികൾ നടത്തിക്കൊണ്ടുപോകുന്നതിന്, അല്ലെങ്കിൽ തങ്ങളുടെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കോഴയായി മാസപ്പടിയായി മകൾക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ തന്നെ സീരിയസ് മോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ED അന്വേഷണം വന്നിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾക്കെതിരെയാണ്. മകൾ നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിന്റെ എതിരെയാണ് ഇത്തരം ഒരു അന്വേഷണം വന്നിട്ടുള്ളത്. അവിടെ പിണറായി വിജയന് എതിരെയുള്ള അന്വേഷണമാകാത്തതിന്റെ പേരിൽ പിണറായി വിജയനെ ED തകർക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തെരുവിലിറക്കി ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് പ്രതിരോധിച്ച കേസിൽ ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. അതുകൊണ്ട് CPI-ക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ആ ED-യെ ആക്രമിച്ച കേസിലും പിണറായി വിജയന് പ്രതിരോധം തീർക്കുവാൻ വേണ്ടി CPI തെരുവിലിറങ്ങിയ കേസിലും, അല്ലെങ്കിൽ അത്തരം വിഷയത്തിൽ ഇപ്പോൾ CPI-ക്ക് അകത്ത് നിന്ന് തന്നെ CPI-ക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ പിണറായി വിജയന്റെ വീട്ടിലേക്കല്ല ED എത്തിയത്. പിണറായി വിജയന്റെ മകൾ പിണറായി വിജയന്റെ വീട്ടിൽ താമസിക്കുന്നു എന്നതിലാണ് ED സംഘം അങ്ങോട്ടേക്ക് എത്തിയത്. പിണറായി വിജയന്റെ മകളുടെ ഭർത്താവായ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോട്ടുള്ളികളുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ED-യുടെ അക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട് ശരി തന്നെയായിരുന്നു. പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ മകൾ ബിസിനസ്സുകാരി എന്ന രീതിയിൽ മറ്റാരോടെങ്കിലും അനധികൃതമായി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു മുതിർന്ന വ്യക്തിയാണ്. അത്തരം കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യേണ്ടതാണ്. അവർക്ക് വേണ്ടി പാർട്ടി തെരുവിലിറങ്ങേണ്ട ആവശ്യമുണ്ടായില്ല. തെരുവിൽ ഇത്രത്തോളം ഒരു കോപ്രായമോ അല്ലെങ്കിൽ പൊറോട്ട് നാടകമോ കളിക്കേണ്ടിയിരുന്നില്ല. അത് CPI-യുടെ ഭാഗത്തു നിന്നും ഇനി അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു അനുകൂല നടപടികളും ഉണ്ടാകാൻ പാടില്ല. പിണറായി വിജയനെതിരെ ആയിരുന്നില്ല
സാധിക്കുന്നില്ല ഈ ഇഡിയുടെ ചോദ്യം ചെയ്യലും റെയ്ഡും എന്ന് തന്നെയാണ് CPIയുടെ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെ നടന്നിരിക്കുന്ന ഈ നടപടിക്രമങ്ങളിൽ ഒരു കാരണവശാലും ഇത്തരം ഒരു പൊറോട്ട് നാടകം തെരുവിൽ കളിച്ചത് ശരിയായില്ല എന്ന് തന്നെയുള്ള അഭിപ്രായ പ്രകടനത്തിൽ തന്നെയാണ് CPI ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഉൾപ്പെടെ തങ്ങൾക്ക് വേണം എന്ന നിലപാടിൽ CPIക്ക് മാറ്റമില്ല എന്ന് പറയുമ്പോൾ അത് CPI-CPM പോരിലേക്ക് മറ്റൊരു മുഖം തുറക്കുന്നു, പോരിന് മറ്റൊരു മുഖം തുറക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല പിണറായി വിജയന്റെ മകൾ ബിസിനസ്സുകാരിയായ മകളെ ഇഡി ചോദ്യം ചെയ്യുന്നതിന് എന്തിനാണ് CPI ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള ചോദ്യം കൂടി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വീണാ വിജയന്റെയും പിണറായി വിജയന്റെയും എല്ലാം മുഖമടച്ചുകൊണ്ട് ഒരു അടി കൊടുത്തിരിക്കുന്നു CPI എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ വിഷയത്തിൽ ഇനി തുടർ നടപടികൾ കൂടുതൽ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി എന്നാണ് CPIയുടെ വികാരം. എന്തായാലും നേതൃസ്ഥാനം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കിട്ടാതെ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ CPIയിലും CPM-നും ഇടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയ പൊട്ടിത്തെറിക്ക് അത് കാരണമാക്കുന്നു. പിണറായി വിജയനാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാണംകെട്ട തോൽവിക്ക് കാരണക്കാരനായത് എന്ന് പറയുമ്പോൾ ഇനിയും എന്ത് തരത്തിലുള്ള പൊട്ടിത്തെറികളാണ് ഇനി CPIയിൽ ഉണർന്നു വരിക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക.